നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? നമ്മള് +1 കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സുകൾ കുറച്ച് ദിവസങ്ങളിലായി ചെയ്തിരുന്നു. ഏകദേശം 13ഓളം ചാപ്റ്ററുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുവിധമുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു. ഇനി മുതൽ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് റെഗുലർ ആയി കിട്ടുന്നതാണ്. അപ്പോഴേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫോക്കസ് ഏരിയയിൽ വരുന്ന പോർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. തെർമോഡൈനാമിക്സ് ചാപ്റ്ററിന്റെ പേര് തെർമോഡൈനാമിക്സ്. 6ാമത്തെ ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. തെർമോ എന്ന് വെച്ചാൽ ഹീറ്റ് എന്നാണ്. തെർമോ എന്ന വാക്കിനർത്ഥം എന്താണ്? ഹീറ്റ്. ഡൈനാമിക്സ് എന്ന് വെച്ചാൽ മോഷൻ എന്നാണ്. അതായത് ഹീറ്റ് ഇൻ മോഷനെ പറ്റിയുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഒരു വസ്തുവില് ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കാൻ സഹായിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ തെർമോഡൈനാമിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹീറ്റ് ഇൻ മോഷൻ ഇൻ എ സിസ്റ്റം. സോ നമ്മളൊരു വാക്ക് ഉപയോഗിച്ചു, സിസ്റ്റം എന്നുള്ളത്. തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് സിസ്റ്റം എന്ന്? സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത് അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ ലാപ്ടോപ്പിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ സിസ്റ്റം. നമ്മളൊരു ബീക്കറിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ സിസ്റ്റം. നമ്മളൊരു പയ്യനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ സിസ്റ്റം. ഒരു പുസ്തകത്തിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ എന്താണ് സിസ്റ്റം? ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് കാൾഡ് സിസ്റ്റം. ഈ ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്തിനെ പറ്റിയാണോ നിങ്ങൾ പഠിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത് അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ്. അപ്പോൾ എന്താണ് സറൗണ്ടിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഭാഗമാണ്. പക്ഷെ ഏത് മാത്രമല്ല, സിസ്റ്റം മാത്രമല്ല. സിസ്റ്റം ഒഴിച്ച് സിസ്റ്റത്തിന് ചുറ്റും ഉള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും, നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളെയും കൂടി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സറൗണ്ടിങ്സ്. സറൗണ്ടിങ് ഈസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് which is other than system. സിസ്റ്റവും സറൗണ്ടിങ്ങൂടെ ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? യൂണിവേഴ്സ് ആയി മാറുന്നത്. സോ യൂണിവേഴ്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബോത്ത് സിസ്റ്റം ആസ് വെൽ ആസ് സറൗണ്ടിങ്സ്. അടുത്ത നമുക്ക് നോക്കേണ്ടത്, അപ്പൊ സിസ്റ്റം എന്താണെന്നും സറൗണ്ടിങ് എന്താണെന്നും നമുക്ക് മനസ്സിലായി. അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് സിസ്റ്റം ആണ് നോക്കേണ്ടത്. ടൈപ്സ് ഓഫ് സിസ്റ്റം. ഞാൻ പറഞ്ഞു നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത് അതാണ് നമ്മുടെ സിസ്റ്റം. നമ്മളെപ്പോഴും പഠിക്കുന്നത് കെമിസ്ട്രിയിൽ നമ്മളെപ്പോഴും പഠിക്കുന്നത് കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയാണ്. സോ കെമിക്കൽ റിയാക്ഷനുകളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റങ്ങളെ പ്രധാനമായും 3ആയി തിരിക്കുന്നുണ്ട്. സിസ്റ്റംസ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. ഏതൊക്കെയാണവ? ഒന്നാമത്തേത് ഓപ്പൺ സിസ്റ്റം, രണ്ടാമത്തേത് ക്ലോസ്ഡ് സിസ്റ്റം, മൂന്നാമത്തേത് ഐസൊലേറ്റഡ് സിസ്റ്റം. സോ സിസ്റ്റങ്ങൾ എത്ര വിധം? 3 വിധം. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് 3 മനസ്സിലാക്കാനായിട്ട് 3 എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ. ഒരു ചെറിയ പാത്രത്തില്
ചായ, ചൂട് ചായ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഹോട്ട് ടീ, ചൂട് ചായ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതേ ചൂട് ചായ ഞാനൊരു അടച്ച പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതേ ഹോട്ട് ടീയെ ഞാനൊരു എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. ഇതേ ചൂട് ചായയെ ഒരു ഫ്ലാസ്കിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. സോ 3 സ്ഥലത്തും എടുത്തു വെച്ചിരിക്കുന്ന ഒരേ സബ്സ്റ്റൻസ് ആണ് ഹോട്ട് ടീ, ചൂട് ഉള്ള ചായ. അപ്പൊ ചൂടുള്ള ചായ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന സാധാരണ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ അളവ് കുറയും. എങ്ങനെയാ അളവ് കുറഞ്ഞത്? ചൂട് ചായയല്ലേ, അതിന്റെ ചൂട് കാരണം, അതിനുള്ളിലെ ചൂട് കാരണം കുറേയധികം ഇതിനുള്ളിലുള്ള വാട്ടർ എന്തായി പോവും? നീരാവിയായിട്ട്, ആവിയായിട്ട്, വേപ്പറായിട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. സ്വാഭാവികമായിട്ട് ഇതിന്റെ അളവ് കുറയും. അത് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ചൂടും കുറയും, ഇല്ലേ? ചൂട് എന്തായിട്ട് വേപ്പറായിട്ട്, നീരാവിയായിട്ട് എന്ത് ചെയ്യും? വെളിയിലേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ ചൂട് ചായ തുറന്നു വെച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ അളവിൽ മാറ്റം വരുന്നുണ്ട്. അതായത് മാറ്ററിന്റെ അളവിൽ മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിന്റെ അളവിൽ മാറ്റം വരുന്നുണ്ട്. ഹീറ്റ് എന്ന് പറയുന്ന എനർജി അല്ലേ. സോ എനർജിയുടെ അളവിനും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. സോ ചൂട് ചായയെ ഒരു പാത്രത്തിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ മാറ്ററിന്റെ അളവ് കുറയുന്നുണ്ട്. അതേപോലെ എനർജിയും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇതേ ചൂട് ചായയെ ഞാനൊരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാലോ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ചൂട് കുറയും, അല്ലേ? എനർജി കുറയും, പക്ഷെ അതിനുള്ളിൽ നിന്ന് ഒരു വസ്തുക്കൾ പോലും പുറത്തേക്ക് പോകുന്നില്ല. അതായത് ഇതിനുള്ളിലുള്ള മാറ്ററിന്റെ അളവിന് ചേഞ്ച് ഒന്നും തന്നെ വരുന്നില്ല. നോ ചേഞ്ച്. ഇനി ഇവിടെ ചൂട് ചായ ഫ്ലാസ്കിലാണ്, ഒരു തെർമൽ ഫ്ലാസ്കിലാണ് അടച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എത്ര നേരം നിങ്ങൾ ആ ഫ്ലാസ്കിനുള്ളിൽ ചൂട് ചായ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാലും അതിന്റെ ഹീറ്റ് എനർജി എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. ചൂട് മാറുമോ? ഇല്ല, എനർജി മാറത്തില്ല. എനർജിക്ക് നോ ചേഞ്ച് ആണ്. അതേപോലെ അളവ് നഷ്ടപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും വസ്തു വേപ്പറായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ മാറ്ററിന്റെ അളവിനും എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ഇല്ല, നോ ചേഞ്ച്. അപ്പൊ നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു സിസ്റ്റം, ഇതിനെ പറ്റിയാണ് നമ്മളിപ്പോ ഇവിടെ പഠിക്കുന്നത്. ഹോട്ട് ടീ ടേക്കൺ ഇൻ എ ഓപ്പൺ വെസൽ. ഇതിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തില് മാറ്ററിന്റെ അളവും എനർജിയുടെ അളവും സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട്. ഏതുമായിട്ട്? സറൗണ്ടിങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ചുറ്റുമുള്ള അവസ്ഥയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹോട്ട് ടീയുടെ മാറ്ററും എനർജിയും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ആരുമായിട്ട്? സറൗണ്ടിങ്സുമായിട്ട്. പക്ഷെ ഇവിടെ നോക്കിയേ, അടച്ചു വെച്ച പാത്രത്തിലെ ചൂട് ചായയുടെ അളവിന് മാറ്റം വരുന്നില്ല. അതായത് മാറ്റർ സമയത്തിനനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല, പക്ഷെ എനർജി എന്താവുന്നുണ്ട്? സറൗണ്ടിങ്സുമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചൂട് ചായയുടെ ചൂട് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. ഇനി ഇവിടെയുള്ള ഈ സിസ്റ്റത്തിലാണെങ്കിൽ എനർജിക്കും മാറ്ററിനും എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങളെ നമുക്ക് 3 സിസ്റ്റങ്ങളുമായി കമ്പയർ ചെയ്യാം. ചൂട് ചായയെ ഒരു പാത്രത്തിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കും. ഇതേ ചൂട് ചായ ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കും. ഇതേ ചൂട് ചായ തെർമൽ ഫ്ലാസ്കിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കും. സോ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഇൻ വിച്ച് മാറ്റർ ആൻഡ് എനർജി എക്സ്ചേഞ്ചസ് വിത്ത് സറൗണ്ടിങ് ഈസ് കാൾഡ് ഓപ്പൺ സിസ്റ്റം. System in which matter only changes with matter do not change with the surrounding but energy changes with the surrounding is called closed system. The systems in which neither energy nor matter changes with the surroundings, എനർജിയോ മാറ്ററോ സറൗണ്ടിങ്സുമായി മാറുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നാണ് എന്റെ വിശ്വാസം. ഇനി സിസ്റ്റത്തിന് മറ്റൊരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത് അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരുപാട് പാർട്ടിക്കിളുകൾ, മോളിക്യൂളുകൾ കാണും, ഇല്ലേ? ഒരു സിസ്റ്റത്തിലുള്ള മോളിക്യൂളുകളുടെ എണ്ണം കുറവാണെങ്കിൽ, ഒരു സിസ്റ്റത്തിനുള്ളിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന, ഇഫ് ദ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് എ സ്മാൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ കുറച്ച് നമ്പർ പാർട്ടിക്കിളുകൾ കൊണ്ടാണെങ്കിൽ നമ്മൾ അതിനെ മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് വിളിക്കും.
ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ടാണെങ്കിൽ നമ്മൾ ഇതിനെ മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് വിളിക്കും. നമുക്ക് ചുറ്റുമുള്ള, നമുക്ക് പരിചയമുള്ള സിസ്റ്റങ്ങളെല്ലാം, നമ്മൾ പഠിക്കുന്നതെല്ലാം കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയാണ്. കെമിക്കൽ റിയാക്ഷനുകളിലെല്ലാം ഒരുപാട് മോളിക്യൂളുകൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സോ നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം എന്ത് സിസ്റ്റങ്ങളാണ്? മാക്രോസ്കോപ്പിക് സിസ്റ്റങ്ങളാണ്. മാക്രോസ്കോപ്പിക് സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, ഇങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടികളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറയും. സോ എന്താണ് ഈ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണത്തിനെ ബേസ് ചെയ്ത് സിസ്റ്റങ്ങളെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? മൈക്രോസ്കോപ്പിക് സിസ്റ്റവും മാക്രോസ്കോപ്പിക് സിസ്റ്റവും. എന്താണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം കണ്ടെയ്നിങ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് കാൾഡ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. എ സിസ്റ്റം കണ്ടെയ്നിങ് എ സ്മാൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ കാൾഡ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം. മാക്രോസ്കോപ്പിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോപ്പർട്ടികളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടികൾ എന്ന് വിളിക്കുന്നു. ഇനി ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. Macroscopic properties are categorized or classified into two types. First one is called extensive properties. First one is called extensive properties and second one is called intensive properties. ആദ്യത്തെ പ്രോപ്പർട്ടിയെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നും രണ്ടാമത്തതിനെ നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നും വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് the properties which depend upon the amount of substance in a system or the property which depend upon the matter of the system or the properties which depends upon the mass of the system is called extensive properties. ഒരു സിസ്റ്റത്തിന്റെ മാസിനെ അല്ലെങ്കിൽ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ എന്താണ്? എ പ്രോപ്പർട്ടി വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി സിസ്റ്റം ഓർ ദ സൈസ് ഓഫ് ദി സിസ്റ്റം ഈസ് കാൾഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇന്റൻസീവ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് എന്നാണ്. എക്സ്റ്റെൻസീവ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസിനെ മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് തരുന്നു, ഒരു ചെറിയ ജലത്തിന്റെ തുള്ളി നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ അതിനെ ചൂടാക്കുകയാണ്. ചൂടാക്കി ഒരു 100 ഡിഗ്രി എത്തുമ്പോൾ ആ മഴത്തുള്ളി അല്ലെങ്കിൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്തായി പോകും? വേപ്പറായിട്ട് പോകും. എന്തുകൊണ്ടാണ് 100 ഡിഗ്രി എത്തുമ്പോൾ ആ മഴവെള്ളം അല്ലെങ്കിൽ ആ ജലതുള്ളി വേപ്പറായിട്ട് പോയത്? കാരണം 100 ഡിഗ്രിയാണ് ആ വെള്ളത്തിന്റെ എന്തെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ഇനി ഒരു ഗ്ലാസ്സിൽ വെള്ളം നിങ്ങൾക്ക് തരുന്നു. ആ ഗ്ലാസ്സിലെ വെള്ളത്തിനെ നിങ്ങൾ ചൂടാക്കുകയാണ്. ചൂടാക്കിയിട്ട് ചൂട് കൂടി ഒരു 100 ഡിഗ്രി എത്തുമ്പോൾ അതും തിളച്ച് ആവിയായിട്ട് പോകും. എന്തുകൊണ്ടാ? അവിടുത്തെ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. ഒരു ബക്കറ്റിൽ നിങ്ങൾക്ക് ഞാൻ വെള്ളം തരികയാണ്. അതിനെ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ 100 ഡിഗ്രി എത്തുമ്പോഴാണ് ആ വെള്ളവും എന്ത് തിളച്ച് വേപ്പറായി പോകും. ഇപ്പോ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അല്ല ബോയിലിംഗ് പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം 100 ഡിഗ്രി എന്ന് പറയുന്ന വെള്ളത്തിന് എന്താണ്? ബോയിലിംഗ് പോയിന്റ് ആണ്. ഒരു ജലതുള്ളി എടുത്താലും ഒരു ഗ്ലാസ്സിലെ വെള്ളം എടുത്താലും ഒരു ബക്കറ്റിലെ വെള്ളം എടുത്താലും എല്ലാം തിളയ്ക്കുന്നത് 100 ഡിഗ്രിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ എല്ലാം ബോയിലിംഗ് പോയിന്റ് എപ്പോഴും എത്ര ഡിഗ്രി തന്നെയാണ്? 100 ഡിഗ്രി തന്നെയാണ്. അത് അതിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് മാറുന്നില്ല. സോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് പറയാം അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി. മെൽറ്റിംഗ് പോയിന്റ് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ടാണ് മെൽറ്റിംഗ് പോയിന്റ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഐസ് എടുക്കുന്നു. ഐസിന്റെ ഒരു ചെറിയ കഷ്ണം ഐസ് എടുത്തു കഴിഞ്ഞാലും ഒരു വലിയ ക്യൂബിക് ഐസ് എടുത്തു കഴിഞ്ഞാലും എല്ലാം മെൽറ്റ് ആവുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ലൈറ്റിനെ കടത്തിവിടാനുള്ള കഴിവാണെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അതൊക്കെ എന്താന്നുള്ളത് പിന്നീട് പഠിക്കും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഇങ്ങനെയുള്ള ടേമുകളെല്ലാം എന്ത് പ്രോപ്പർട്ടിയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇതൊന്നും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി
എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പൊ എനിക്ക് ഇരിക്കാൻ ഒരു സ്പേസ് വേണം. അതായിരിക്കില്ല നിങ്ങളിൽ ഓരോരുത്തർക്കും ഇരിക്കാൻ ആവശ്യമായ സ്പേസ്. അതായത് ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് അയാൾക്ക് ഇരിക്കാനുള്ള സ്പേസിന്റെ അളവിനും മാറ്റം വരുന്നു, ഇല്ലേ? അപ്പോൾ ഇരിക്കാൻ ആവശ്യമായ ഒരു വസ്തുവിന് ഇരിക്കാൻ ആവശ്യമായ സ്പേസിനെയാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയം എന്ന് പറയുന്നത് സൈസ് ഡിപ്പെൻഡന്റ് ആണ്. സൈസ് മാറുന്നതിനനുസരിച്ച് ഇരിക്കാൻ ആവശ്യമായ സ്പേസിന്റെ അളവ് മാറുന്നുണ്ട്, അതായത് വോളിയം മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം വോളിയം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയം എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. മാസ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്താണ് ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം അളവ്, ലെങ്ത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ബ്രെഡ്ത്ത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ഓക്കെ, വിഡ്ത്ത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്? സൈസ് മാറുന്നതിനനുസരിച്ച്, മാസ് മാറുന്നതിനനുസരിച്ച് മാറുന്ന വിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആർ കാൾഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ഇനി ശ്രദ്ധിക്കുക, രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ശ്രദ്ധിച്ചേ, മാസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, വോളിയം എന്ന് പറയുന്നത് മറ്റൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമുക്ക് പറയാം ഏതൊരു രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന പുതിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, പുതിയ വില എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? ഇവിടെ ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസിനെയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസിന് മറ്റൊരു ക്ലാസിഫിക്കേഷനും കൂടിയുണ്ട്. നമുക്കറിയാവുന്ന പ്രോപ്പർട്ടീസ്, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് വൺ ഈസ് കാൾഡ് പാത്ത് ഫംഗ്ഷൻ. വേറെ രീതിയിലും വിളിക്കാറുണ്ട്. സ്റ്റേറ്റ് ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ്. പാത്ത് ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് പാത്ത് പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എന്താണ് പാത്ത് ഫംഗ്ഷൻ ഓർ പാത്ത് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉള്ള അവസ്ഥയെയും ഒരു റിയാക്ഷൻ തീരുമ്പോൾ ഉള്ള അവസ്ഥയിലെയും വിലകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിന്റെയും ഫൈനൽ സ്റ്റേറ്റിന്റെയും വിലകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷനിൽ ഒരു പ്രോപ്പർട്ടിക്ക് എന്ത് മാറ്റം വന്നു എന്ന് വ്യക്തമായി പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഫംഗ്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അതായത് ഇപ്പൊ തുടങ്ങുമ്പോഴുള്ള ഒരു റിയാക്ഷന്റെ പ്രഷർ 50 ATM ആയിരുന്നു, പക്ഷെ റിയാക്ഷൻ തീർന്നപ്പോ 150 ATM ആയിരുന്നു അവിടുത്തെ റിയാക്ഷനിലെ പ്രഷർ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഒരു റിയാക്ഷൻ തുടങ്ങിയപ്പോൾ ഉള്ള പ്രഷർ 50ഉം റിയാക്ഷൻ തീർന്നപ്പോൾ ഉള്ള പ്രഷർ 150ഉം ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനിൽ എത്രത്തോളം പ്രഷർ ആണ് കൂടിയത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫൈനൽ പ്രഷറിൽ നിന്ന് ഇനിഷ്യൽ പ്രഷർ മൈനസ് ചെയ്യും. അതായത് 150ൽ നിന്ന് 50 മൈനസ് ചെയ്യും. ഉത്തരം എത്ര കിട്ടൂടെ? 100 ATM എന്ന് പറയും. ATM എന്ന് പറയുന്ന പ്രഷറിന്റെ യൂണിറ്റ് ആണ്, ഇല്ലേ? അപ്പോൾ ഇതേപോലെ എഴുതാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വില ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ പ്രോപ്പർട്ടി എത്രത്തോളം യൂസ് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് എഴുതുമ്പോൾ അത് ആ റിയാക്ഷനിൽ ഉപയോഗിക്കപ്പെട്ട വാല്യൂവിന്റെ അളവ് ലഭിക്കുന്നുവെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഫൈനൽ മൈനസ് ഇനിഷ്യൽ എങ്ങനെ എഴുതാൻ കഴിയുന്നു എങ്കിൽ, ഫൈനൽ മൈനസ് ഇനിഷ്യൽ അങ്ങനെ എഴുതാൻ കഴിയുന്നുവെങ്കിൽ ആ പ്രോപ്പർട്ടിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എന്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു. പ്രഷർ, വോളിയം, എനർജി തന്നെ ഒരുപാട് എനർജിയുടെ ടേമുകൾ ഉണ്ട്, അത് വഴിയെ പറയാം. ചില വാക്കുകൾ മാത്രം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. എനർജി തന്നെ ഒരു എനർജിയുടെ ഫോമാണ് ഇന്റേണൽ എനർജി. ഒരു എനർജിയുടെ ഫോം ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ എനർജി. രണ്ടാമതൊരു എനർജിയുടെ ഫോം ഉണ്ട് എൻതാൽപ്പി. എനർജിയുടെ മറ്റൊരു ഫോം ഉണ്ട്, ദാറ്റ് ഈസ് എൻട്രോപ്പി. ഇതെല്ലാം ഏതിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്? എനർജിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പൊ പ്രഷർ, വോളിയം, എനർജിയുടെ രൂപങ്ങളായിട്ടുള്ള ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി, ഇതെല്ലാം എനർജിയുടെ വിവിധ രൂപങ്ങളാണ്. ഇതിനെല്ലാം നമ്മൾ ഏത് പ്രോപ്പർട്ടീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
പറഞ്ഞ മനസ്സിലായല്ലോ. ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരു റിയാക്ഷനിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ ഒരു റിയാക്ഷനിൽ ഉപയോഗിക്കപ്പെട്ട പ്രോപ്പർട്ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ഏത് പ്രോപ്പർട്ടീസ് ആണ്? സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് പാത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ പാത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ വാല്യൂ പറയണമെങ്കിൽ ആ റിയാക്ഷൻ നടന്ന എല്ലാ വഴികളെയും ആശ്രയിക്കേണ്ടി വന്നാൽ, എല്ലാ സ്റ്റെപ്പുകളെയും ആശ്രയിക്കേണ്ടി വന്നാൽ അതിനെ നമ്മൾ പാത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ പാത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാള് 5 ദിവസം കൊണ്ട് ജോലി ചെയ്യാണ്. ഒരാള് ഇപ്പൊ ബാബു എന്ന് പറയുന്ന ഒരാള് 5 ദിവസങ്ങൾ കൊണ്ട് ജോലി ചെയ്യാണ്. 1-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം. ഓക്കെ, 5 ദിവസം കൊണ്ട് ഇപ്പോ കുറെ അധികം പേപ്പർ കൊണ്ട് ബോട്ട് നിർമ്മിക്കുക. ബാബു എന്ന് പറഞ്ഞൊരു പയ്യനാണ്. ബാബുവിനോട് ടീച്ചർ പറയാണ്, നിനക്ക് 5 ദിവസം സമയം തരാണ്. ആ 5 ദിവസം കൊണ്ട് നിനക്ക് പറ്റുന്ന അത്രയും പേപ്പർ ബോട്ട് ഉണ്ടല്ലോ, നമ്മൾ മഴവെള്ളത്തിലൊക്കെ ഒഴുകി കളിക്കത്തില്ലേ, അതേപോലത്തെ പേപ്പർ വള്ളങ്ങൾ നിനക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും അത്ര എണ്ണം നീ ഉണ്ടാക്കാൻ പറയാം. അപ്പൊ ബാബുവിന് ടീച്ചർ ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താ വർക്ക് കൊടുത്തത്? പേപ്പർ ബോട്ട് നിർമ്മിക്കുക. അപ്പോൾ അവൻ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയ പേപ്പർ ബോട്ടുകളുടെ എണ്ണം 50 ആണ്. അവസാനത്തെ ദിവസം ഉണ്ടാക്കിയ പേപ്പർ ബോട്ടുകളുടെ എണ്ണം 100 ആണ്. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ 2 ഡേറ്റകൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ബാബു 5 ദിവസവും കൂടി ആകെ ഉണ്ടാക്കിയ പേപ്പർ ബോട്ടുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 100 + 50 അല്ലെങ്കിൽ 100 - 50 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ബാബു ഉണ്ടാക്കിയ ബോട്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. 2-ാമത്തെ ദിവസം ചിലപ്പോൾ ബാബു ബോട്ടൊന്നും ഉണ്ടാക്കി കാണത്തില്ല. 3-ാമത്തെ ദിവസം ചിലപ്പോൾ 4 ബോട്ട് ഉണ്ടായി കാണും. 5-ാമത്തെ ദിവസം ചിലപ്പോ 6 ബോട്ട് ഉണ്ടായി കാണും. ഇനി നിങ്ങൾക്ക് പറയാം, 5 ദിവസങ്ങളിലും ബാബു ഉണ്ടാക്കിയ ബോട്ടുകളുടെ എണ്ണം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ബാബു ഉണ്ടാക്കിയ ബോട്ടുകളുടെ എണ്ണം ആകെ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. എത്രയാണ്? 50 + 4 + 6 + 100. അപ്പൊ 100, 110, 160. അപ്പൊ 160 ബോട്ടുകളാണ് ബാബു ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അതായത് ഇവിടെ ബാബു ചെയ്ത ആകെ വർക്കുകളുടെ എണ്ണം, ബോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അയാൾക്ക് കൊടുത്ത വർക്ക്, അല്ലെ ആ പയ്യന് കൊടുത്ത വർക്ക്. അപ്പൊ ബാബു ഉണ്ടാക്കിയ ആകെ ബോട്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് അവസാനത്തെ ദിവസവും ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും ചെയ്ത വർക്കിന്റെ എണ്ണം മാത്രം അറിഞ്ഞാൽ പറ്റുമോ? ഇല്ല. ബാബു ഓരോ ദിവസവും ഉണ്ടാക്കിയ ബോട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ ഓരോ ദിവസവും ചെയ്ത വർക്കുകളുടെ എണ്ണം അറിയാമെങ്കിൽ മാത്രമേ ബാബു ഉണ്ടാക്കിയ ആകെ ബോട്ടുകളുടെ എണ്ണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ആകെ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ സ്റ്റെപ്പിലും ചെയ്ത വർക്കുകളുടെ എണ്ണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് വന്ന വഴികളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഒരു പ്രോസസ്സിലുള്ള ആകെ വർക്കിന്റെ അളവ് കണ്ടുപിടിക്കാൻ സാധിക്കൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ, വന്ന വഴികളെ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് പറയേണ്ട പ്രോപ്പർട്ടീസിനെ നമ്മൾ പാത്ത് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നു. പാത്ത് പ്രോപ്പർട്ടീസ് 2 ഉള്ളൂ. ഒന്ന് വർക്കും, 2 ഹീറ്റ്. സോ വർക്കും ഹീറ്റും ഏത് ഫംഗ്ഷൻ ആണ്? പാത്ത് ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടീസ് ആണ്? പാത്ത് പ്രോപ്പർട്ടീസ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണെന്നും പാത്ത് ഫംഗ്ഷൻ എന്താണെന്നും മനസ്സിലായി. ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഫൈനൽ - ഇനിഷ്യൽ എന്ന് എഴുതാൻ കഴിയുന്ന എല്ലാ പ്രോപ്പർട്ടീസിനെയും നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നും, വന്ന വഴികളെ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് പറയുന്ന ഫംഗ്ഷനുകളെ നമുക്ക് പാത്ത് ഫംഗ്ഷനുകൾ എന്ന് വിളിക്കാം. പാത്ത് ഫംഗ്ഷനുകൾ 2 മാത്രം. ഏതൊക്കെയാണ്? വർക്കും ഹീറ്റ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ഹീറ്റും വർക്കും? അതിനെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഹീറ്റിലേക്കും വർക്കിലേക്കും പോവാം. ഹീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ q എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. ഹീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ q എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും, വർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ w എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടുമാണ്. അപ്പോ ഒരു സിസ്റ്റം റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യാം, ഹീറ്റ് എനർജി എന്ത് ചെയ്യാം? അബ്സോർബ് ചെയ്യാം. അപ്പൊ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ആ റിയാക്ഷന്റെ ഹീറ്റ് കുറയും, അല്ലെ? എന്റെ ഉള്ളിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്റെ ഹീറ്റ് എന്ത് ചെയ്യും? കുറയും. എന്റെ അകത്തുള്ള ഹീറ്റ് കണ്ടന്റ് കുറയും. സോ ക്യൂവിന്റെ വില നെഗറ്റീവ് എന്ന് എടുക്കണം. ക്യൂവിന്റെ വില എത്രയെന്ന് എടുക്കണം? നെഗറ്റീവ് എന്ന് എടുക്കണം. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, കൺവെൻഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് റിലീസ്ഡ് ആണെങ്കിൽ ക്യൂ നെഗറ്റീവ്. അപ്പൊ ഹീറ്റ് അബ്സോർബ്ഡ് ആണെങ്കിൽ ക്യൂവിന്റെ വില എന്തെന്ന് എടുക്കണം?
ഹീറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ, ഞാൻ വെളിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് എന്റെ ഹീറ്റിന്റെ അളവ് എന്ത് ചെയ്യും? കൂടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ക്യൂവിന്റെ വില എത്ര കൊടുക്കാതെ നമുക്ക് പോസിറ്റീവ് കൊടുക്കാം. അപ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി റിലീസ്ഡ് ആണെങ്കിൽ ക്യൂ നെഗറ്റീവും ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണെങ്കിൽ ക്യൂ പോസിറ്റീവും ആയിരിക്കും. ഇനി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഉണ്ട്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഉണ്ട്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അതായത് ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ഗ്യാസ് എടുത്തിരിക്കുക, ഒരു പിസ്റ്റൺ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു പിസ്റ്റൺ, ഒരു ഗ്യാസ് ഇവിടെ എടുത്തിരിക്കുകയാണ്. ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു വിചാരിക്കുക. ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ മുകളിലോട്ട് പൊങ്ങി പോകും, ഇല്ലേ? അപ്പൊ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പിസ്റ്റൺ മുകളിലേക്ക് പൊങ്ങി പോകും. അപ്പൊ ഇവിടെ ഗ്യാസ് അല്ലേ വർക്ക് ചെയ്യുന്നത്, എക്സ്പാൻഷൻ എന്ന് പറയുന്ന വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാണ് വർക്ക് ചെയ്യുന്നത്. നമ്മള് ഇതിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് എടുത്തിരിക്കുന്നു, ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് എടുത്തിരിക്കുകയാണ്, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതാണ് നമ്മുടെ എന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്യാസ് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം, വികസിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഗ്യാസ് ആണ് വികസിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയാം. ഇനി ഇതേ കണ്ടെയ്നറിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഞാനൊരു പ്രഷർ, ഈ പിസ്റ്റൺ ഉപയോഗിച്ച് താഴോട്ടൊരു പ്രഷർ കൊടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ ആ സിസ്റ്റത്തിന് മുകളിലാണ് ഞാനൊരു എന്ത് ചെയ്തത്, വർക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് പറയാം വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയാം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഉണ്ട്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഉണ്ട്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യുവിന്റെ വില നെഗറ്റീവും, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യുവിന്റെ വില എന്തുമായിരിക്കും, പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യു നെഗറ്റീവും, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യു എന്തുമായിരിക്കും, ഇവിടെ പോസിറ്റീവും ആയിരിക്കും. ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഹീറ്റും വർക്കും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഹീറ്റും വർക്കും തമ്മിലുള്ള റിലേഷൻ നമ്മൾക്ക് ഇനി പഠിക്കാനുണ്ട്. ഹീറ്റ് വർക്ക് ഏതൊക്കെ ടേമുകൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ കൺവെൻഷൻസ് എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇന്റേണൽ എനർജിയാണ്. എന്താണ് ഇന്റേണൽ എനർജി? നിങ്ങൾ നേരത്തെ ഞാൻ ഈ വാക്ക് പറഞ്ഞായിരുന്നു. ഇന്റേണൽ എനർജി എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണം. ഇന്റേണൽ എനർജിയെ യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്, ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. നമ്മളിപ്പോ യു എന്ന് പറയുന്ന ലെറ്റർ എടുത്താൽ, കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഏത് ലെറ്റർ ആണ്, യു എന്ന് പറയുന്ന ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചേ, എന്താണ് ഇന്റേണൽ എനർജി? ആ പേര് തന്നെ ഉണ്ട്, ഇന്റേണലായി ഒരു വസ്തുവിന്റെ ഉള്ളിൽ, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്ത് അല്ലെ, ഇന്റേണൽ എനർജി ഒരു വസ്തുവിന്റെ ഉള്ളിൽ ആകെയുള്ള ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ. നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത്, നമ്മൾ വസ്തു എന്ന് പറയില്ല, നമ്മൾ സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല, നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത് അതാണ് നമ്മൾ എന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഒരു സിസ്റ്റത്തിനുള്ളിലുള്ള ആകെ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി. യു അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നു. സോ ഇന്റേണൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ എനർജി പൊസസ്ഡ് ബൈ എ സിസ്റ്റം ഈസ് കാൾഡ് ഇന്റേണൽ എനർജി. ക്ലിയർ? അപ്പൊ ഒരു സബ്സ്റ്റൻസ്, ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ആ മോളിക്യൂള്, ഒരു മോളിക്യൂൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ എനർജി നമ്മൾ റൊട്ടേഷണൽ എനർജി എന്ന് വിളിക്കും. ഒരു മോളിക്യൂൾ മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയെ കൈനറ്റിക് എനർജി എന്ന് വിളിക്കും. ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാൻ ആവശ്യമായ എനർജിയെ വൈബ്രേഷണൽ എനർജി എന്ന് വിളിക്കും. അപ്പൊ ഈ എനർജി എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പൊ ഈ എനർജികൾ ഒരു മോളിക്യൂളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫോംസ് ഓഫ് എനർജി കാണപ്പെടുന്നുണ്ട്. ഒരു മോളിക്യൂൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ ആ മോളിക്യൂളിന്റെ എനർജിയെ റൊട്ടേഷണൽ എനർജി എന്ന് വിളിക്കും. ഒരു മോളിക്യൂൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യാം, അതിനാവശ്യമായ എനർജി കൈനറ്റിക് എനർജി എന്ന് വിളിക്കും. ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യാം, വൈബ്രേറ്റ് ചെയ്യാൻ ആവശ്യമായ എനർജി വൈബ്രേഷണൽ എനർജി എന്ന് വിളിക്കും, അല്ലെ? ഇങ്ങനെ ഒരുപാട് ഫോം ഓഫ് എനർജി ഒരു മോളിക്യൂളുമായി ചേർന്ന് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ ഫോം ഓഫ് എനർജിയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഒരു റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉള്ള ഇന്റേണൽ എനർജി U1 ആണെന്ന് വിചാരിക്കുക. ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉള്ള ഇന്റേണൽ എനർജി U1 ആണെന്ന് വിചാരിക്കുക. വെളിയിൽ നിന്ന് അതിലേക്ക് എനർജി, ആ സിസ്റ്റത്തിലേക്ക് എനർജി കിട്ടുന്നു. അപ്പോൾ U1 എന്ന് പറയുന്ന എനർജി കൂടി വന്ന് എന്താവുന്നു, U2 ആവുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്രത്തോളം എനർജിയാണ് ഇവിടെ ഈ റിയാക്ഷനിൽ ഉപയോഗിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എത്രത്തോളം എനർജിയാണ് ആ സിസ്റ്റത്തിന് അത് കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ എനർജി U1 ആയിരുന്നു, വെളിയിൽ നിന്ന് ഹീറ്റ് എനർജി കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജി കിട്ടിയപ്പോൾ U1 എന്നുള്ളത് U2 ആയി മാറി എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന് ആകെ എത്ര, ആ റിയാക്ഷൻ നടത്തുമ്പോൾ എത്ര എനർജിയാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഡെൽറ്റ യു. ഡെൽറ്റ യു ഇസ് കാൾഡ് ഇന്റേണൽ എനർജി ചേഞ്ച്. ഇന്റേണൽ എനർജി ചേഞ്ച്, ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 എന്ന് എഴുതാം. അതായത് ഫൈനൽ എനർജിയിൽ നിന്ന് ഇനിഷ്യൽ എനർജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ എത്രത്തോളം എനർജി ഉപയോഗിക്കപ്പെട്ടു, അല്ലെങ്കിൽ എത്രത്തോളം എനർജി കൂടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്
ഫൈനൽ എനർജിയിൽ നിന്നും ഇനിഷ്യൽ എനർജി മൈനസ് ചെയ്താൽ മതിയാവും. ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് എഴുതാൻ കഴിയുന്ന എല്ലാ ഫംഗ്ഷനുകളെയും എല്ലാ പ്രോപ്പർട്ടികളെയും നമ്മൾ പറഞ്ഞായിരുന്നു എന്ത് പ്രോപ്പർട്ടീസ് ആണ്? സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ആണ്. സോ ഇന്റേണൽ എനർജി ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫൈനൽ എനർജിയിൽ നിന്ന് ഇനിഷ്യൽ എനർജി മൈനസ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദി ഫൈനൽ ആൻഡ് ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ആൻഡ് thereby internal energy is called a state function or state property. അപ്പൊ ഇന്റേണൽ എനർജി എന്തുകൊണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയി, സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ ഒരു കനം കുറഞ്ഞ ഒരാളെ എടുക്കുന്നു, അയാൾക്ക് എനർജി കുറവായിരിക്കും. കനം കൂടി എന്നെ പോലത്തെ ഒരാളെ എടുക്കുന്നു, അയാൾക്ക് എനർജി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതായത് സൈസ് മാറുന്നതിനനുസരിച്ച്, മാസ് മാറുന്നതിനനുസരിച്ച് അയാളുടെ ഉള്ളിലുള്ള ആകെ എനർജിയുടെ അളവ് എന്ത് ചെയ്യാണ്? കൂടാണ് അല്ലേ? അതായത് എനർജി എന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ കഴിയുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇവയെ നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. സോ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ബിക്കോസ് ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ക്ലിയർ ആണ്? ഇനി ഇന്റേണൽ എനർജിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി ഉപയോഗിക്കപ്പെടും എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അവിടെ ഉപയോഗിക്കപ്പെട്ട എനർജിയുടെ അളവ് ഡെൽറ്റ യു ആണെന്ന് വിചാരിക്കുക. അതായത് ഞാനിപ്പോ ഒരു ജോലി ചെയ്യാണ്, സ്വാഭാവികമായിട്ടും എന്റെ എനർജിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ എനർജിയിൽ വ്യത്യാസം വരുന്ന ആ അളവിനെ നമ്മൾ ഇന്റേണൽ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ഡെൽറ്റ യു എന്ന് വിളിക്കും. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് പറയുന്നത്. തെർമോഡൈനാമിക്സിലെ ആദ്യത്തെ നിയമം ഡെൽറ്റ യു എന്ന് പറയുന്നത്, ഒരു വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ജോലി ചെയ്യുന്നു, ഞാൻ ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഓടുന്നു, അതൊരു ജോലിയാണ്, ഒരു വർക്കാണ് അല്ലെ? അപ്പോ എന്റെ കുറച്ച് എനർജി അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആ ഉപയോഗിക്കപ്പെട്ട എനർജിയുടെ അളവിനെ ഡെൽറ്റ യു എന്ന് വിളിക്കും. അത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കും? ആ എനർജി എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനും ഉപയോഗിക്കും, കളയുന്ന ഹീറ്റിന്റെ അളവിന് ഈക്വൽ ആയിരിക്കും. അതായത് ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഉപയോഗിച്ച എനർജി, ഒരു റിയാക്ഷൻ നടന്നപ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തപ്പോൾ ഉപയോഗിച്ച എനർജി എന്ന് പറയുന്നത്, ഞാൻ ഓടാൻ വേണ്ടിയാണ് എനർജി ഉപയോഗിച്ചെങ്കിൽ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, എന്റെ കുറച്ച് എനർജി എന്തായിട്ട് ഹീറ്റ് ആയിട്ട് വിയർപ്പായിട്ട് നഷ്ടമാവുന്നുണ്ട് ഇല്ലേ? അതേപോലെ സിസ്റ്റങ്ങൾക്കും പറയാം. ഏതൊരു റിയാക്ഷൻ നമുക്ക് പറയാം, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയിൽ മാറ്റം വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് വർക്ക് ഡൺ ആൻഡ് heat energy involved in the reaction എന്ന് പറയാൻ കഴിയും. This is called first law of thermodynamics. Internal energy change will be equal to the sum of work done and heat energy absorbed or liberated in the reaction. ഇനി ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വേറെ രീതിയിൽ നിന്ന് പറയാം നമുക്ക്. The total energy of a system remain a constant. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഫോം ഓഫ് എനർജി മറ്റൊരു ഫോം ഓഫ് എനർജി ആയി മാറി എന്ന് വരാം, പക്ഷെ എനർജിക്ക് നഷ്ടം ഉണ്ടാവുന്നില്ല, എനർജി പൂർണ്ണമായി നശിക്കുന്നില്ല എന്നുള്ളതാണ് ഏത് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അല്ലെങ്കിൽ എനർജി ഈസ് കൺസർവ്ഡ് ഇൻ നേച്ചർ, എനർജി എപ്പോഴും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന നിയമവും ഏത് തന്നെയാണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഡെൽറ്റ ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ക്യൂ എന്നുള്ളതിനെ ഡെൽറ്റ ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം പി ഡെൽറ്റ വി. ഇത് ഓർത്ത് വെച്ചിരിക്കുക. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത്. പ്രഷർ, വോളിയം, വർക്ക് ഡൺ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? വർക്ക് ഡൺ, അതായത് ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ഗ്യാസ് എടുത്തിരിക്കുന്നു. ഗ്യാസിന്റെ മുകളിൽ ഞാൻ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ആ പിസ്റ്റൺ വെച്ചിട്ട് ഞാൻ ഒരു പ്രഷർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടത്തെ ഈ ലെയർ എന്ത് ചെയ്യും? താഴോട്ട് വരും അല്ലെ? ഈ ലെയർ താഴോട്ട് വരും. അപ്പൊ ഇവിടത്തെ വോളിയം, ആദ്യത്തെ വോളിയം V1, രണ്ടാമത്തെ വോളിയം V2 ആയിരുന്നു. അപ്പൊ ഇതിലുള്ള ചേഞ്ച് ഇല്ലേ, V2 മൈനസ് V1, ആ ചേഞ്ച് ആണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ P ആണ്. ഇതിന്റെ രണ്ടിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ നടന്ന വർക്കിന്റെ അളവ് ഒരു പ്രത്യേക വാല്യൂവിന്റെ അളവിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാതെ? P ഡെൽറ്റ വി എന്ന് കൊടുക്കാം.
ക്ലിയർ ആണ്? പി എന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ. ഡെൽറ്റ വി എന്ന് വെച്ചാൽ എന്താണ്? ഒരു റിയാക്ഷൻ നടന്നപ്പോൾ അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ വോളിയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഒരു സിസ്റ്റം തന്നെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യൂയുടെ വില മൈനസ് എടുക്കണം, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് എടുക്കണം. ഡബ്ല്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പി ഡെൽറ്റ വി എന്ന് കൊടുക്കാം. പി ഡെൽറ്റ വിയുടെ വില എന്തെന്ന് എടുക്കണം? നെഗറ്റീവ് എന്ന് എടുക്കണം. പി ഡെൽറ്റ വിയുടെ ചിഹ്നം എന്തെന്ന് എടുക്കണം? നെഗറ്റീവ് എന്ന് എടുക്കണം. അപ്പൊ ഈ ഇക്വേഷൻ മാറ്റി എഴുതാം. ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്നാവും. ഡെൽറ്റ ഇസ് ഇക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്നാവും. ഇതെന്താണ്? ഒരു സിസ്റ്റം തന്നെത്താനെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇന്റേണൽ എനർജിയുടെ അളവ്, ഇന്റേണൽ എനർജി ഉണ്ടാവുന്ന ചേഞ്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ഒരു സിസ്റ്റം തന്നെത്താനെ ചെയ്യുന്ന വർക്ക്, രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്കുണ്ട്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി ഉണ്ട്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി ഉണ്ട്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കണം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ ഈ ഇക്വേഷൻ. ക്ലിയർ ആണ്? ഇനി ഞാൻ ഇത് പറയാൻ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹീറ്റ് എനർജി തരും, പ്രഷർ തരും, ചേഞ്ച് ഇൻ വോളിയം തരും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ കഴിയും. പ്രത്യേക ഒരു കാര്യം ഓർക്കുക, ഒരു വസ്തുവിന്റെ ഇന്റേണൽ എനർജി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്താ ഞാൻ പറഞ്ഞത്? ഒരു വസ്തുവിലെ, ഒരു റിയാക്ഷനിലെ, ഒരു സിസ്റ്റത്തിലെ ഇന്റേണൽ എനർജിയുടെ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഇന്റേണൽ എനർജി cannot be measured accurately, but the internal energy change can be measured with accuracy. ഇന്റേണൽ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് ഉപയോഗിക്കുന്ന ലായാണ് ഫസ്റ്റ് ലാ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് പറയാം. ഇനി നമ്മൾ ആദ്യത്തെ ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഏതെടുത്താലും മതി, ഡെൽറ്റ വിയുടെ വാല്യൂ 0 എന്ന് എടുക്കുകയാണ്, അതായത് ചേഞ്ച് ഇൻ വോളിയം 0 എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഡെൽറ്റ വി 0 എന്ന് വെച്ചാൽ എന്താണ്? വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. അതായത് റിയാക്ഷൻ നടക്കുന്നത് എന്തിലാണ്? കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഒരു റിയാക്ഷൻ നടക്കുന്ന കോൺസ്റ്റന്റ് വോളിയത്തിലാണെന്ന് വിചാരിക്കുക. കോൺസ്റ്റന്റ് വോളിയത്തിലാകുമ്പോൾ ഡെൽറ്റ വിയുടെ വില എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ ഡെൽറ്റ വിയുടെ വില എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഇൻറ്റു 0 എന്നായില്ലേ? that is delta u is equal to q minus 0 എന്നായില്ലേ? that is delta u is equal to q എന്നായില്ലേ? എന്തായാലും നമുക്ക് പറയാൻ കഴിയുന്നത്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജിക്ക് തുല്യമാണ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുക, ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുക. അത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുകയോ റിലീസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി ചേഞ്ച്. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ഗിവ് എ ഡെഫിനിഷൻ ഫോർ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട എത്ര മാത്രം? ഇന്റേണൽ എനർജി ചേഞ്ച് വിൽ ബി ഈക്വൽ ടു ദ ഹീറ്റ് എനർജി, Q will be equal to the heat energy absorbed or liberated by the system at constant volume. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഹീറ്റിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡെൽറ്റ യു, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള ഒരു ടേമാണ് എൻതാൽപ്പി. എന്താണ് എൻതാൽപ്പി? എൻതാൽപ്പി നമ്മൾ എച്ച് എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എൻതാൽപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനകത്ത് ആകെയുള്ള ഹീറ്റിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എൻതാൽപ്പി എന്ന് പറയുന്നത്. റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉള്ള ഹീറ്റിന്റെ അളവ് H1 ആണ്. റിയാക്ഷൻ കുറച്ച് കഴിയുമ്പോൾ അത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് H1 എന്നുള്ളത് കൂടി H2 ആയി മാറുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചോദിക്കുകയാണ്, ആ റിയാക്ഷൻ നടന്നപ്പോ ആകെ എത്ര ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കും അല്ലെ? ചേഞ്ച് ഇൻ എൻതാൽപ്പി, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻതാൽപ്പി ചേഞ്ച്. എന്താണ് വിളിക്കുന്നത്? എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ചേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ എൻതാൽപ്പിയിൽ നിന്ന് ഇനീഷ്യൽ എൻതാൽപ്പി മൈനസ് ചെയ്താൽ മതിയാവും. H2 മൈനസ് H1. അപ്പോൾ ഫൈനൽ എൻതാൽപ്പിയിൽ നിന്ന് ആദ്യത്തെ ഹീറ്റ് എനർജി 50 ജൂളും റിയാക്ഷൻ തീരുമ്പോഴുള്ള ഹീറ്റ് എനർജി 200 ജൂളുമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനിൽ ആകെ എത്ര ജൂൾ ഓഫ് എനർജിയാണ് അബ്സോർബ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയും 200 മൈനസ് 50 ദാറ്റ് ഈസ് എത്ര? 180 എന്ന് പറയും. H2 മൈനസ് H1 എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടൂടെ? എൻതാൽപ്പിയുടെ, ഒരു റിയാക്ഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എൻതാൽപ്പിയുടെ അളവ് കിട്ടും. ഫൈനൽ വാല്യൂവിൽ നിന്ന് ഇനിഷ്യൽ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന ടോട്ടൽ എൻതാൽപ്പിയുടെ അളവ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം എൻതാൽപ്പി എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ ആണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കഴിയും.
സോ എന്താൽപി ഈസ് കാൾഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. കാരണം ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് എഴുതാൻ കഴിയുന്നത് കൊണ്ട് എന്താൽപി എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് മാത്രമല്ല, ഇപ്പോ സൈസിനനുസരിച്ച് എന്താൽപിയുടെ വാല്യൂ മാറുന്നുണ്ട്. സോ എന്താൽപി എന്ന് പറയുന്നത് സൈസ് ഡിപ്പെൻഡന്റ് ആണ്, മാസ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അപ്പോൾ എന്താൽപി എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. എന്താൽപി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. H is equal to എന്താണ്? H is equal to U plus PV എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. H is equal to U plus PV എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. H is equal to U plus PV. U എന്താണ്? ഇന്റേണൽ എനർജി. P എന്താണ്? പ്രഷർ. V എന്താണ്? വോളിയം. അപ്പോൾ ഈ എന്താൽപിക്ക് ഒരു ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞു, എന്താണ്? ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് പൊസസ്ഡ് ബൈ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനുള്ളിലുള്ള ആകെ ഹീറ്റ് കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് എന്താൽപി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താൽപിക്ക് മറ്റൊരു ഡെഫിനിഷൻ, എന്താൽപി വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷനിലുള്ള പ്രഷറും വോളിയം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനോടൊപ്പം ഇന്റേണൽ എനർജി സം ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് എച്ച് അല്ലെങ്കിൽ എന്താൽപി എന്ന് വിളിക്കുന്നു. ഇനി ഫസ്റ്റ് സ്റ്റേറ്റിലുള്ള എന്താൽപി നമുക്ക് H1 എന്നും അപ്പോഴുള്ള ഇന്റേണൽ എനർജി U1 എന്നും പ്രഷറിനെ പി എന്ന് തന്നെ കൊടുക്കുന്നു. കോൺസ്റ്റന്റ് പ്രഷറിലാണ് റിയാക്ഷൻ നടക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഉള്ള വോളിയത്തിനെ V1 എന്നും എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ H is equal to U plus PV എന്നതിന് പകരം H1 is equal to U1 plus PV1 എന്ന് എഴുതാൻ സാധിക്കും. ഇനി ഈ റിയാക്ഷൻ നടക്കുന്ന കുറച്ച് കഴിഞ്ഞ് വേറൊരു സ്റ്റേറ്റിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്, മറ്റൊരു അവസ്ഥയിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്, മറ്റൊരു കണ്ടീഷനിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ആ അവസ്ഥയിൽ ഇതിനെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉള്ള എന്താൽപിയുടെ അളവ് H1 ഉം ഇന്റേണൽ എനർജി U1 ഉം വോളിയം V1 ഉം ആണെങ്കിൽ H1 is equal to U1 plus PV1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി കുറച്ച് കഴിഞ്ഞ് റിയാക്ഷൻ തീരാറാവുമ്പോഴുള്ള ഫൈനൽ സ്റ്റേറ്റിലുള്ള എന്താൽപിയുടെ അളവ് H2 ആണെന്ന് വിചാരിക്കുക. ഇന്റേണൽ എനർജി U2 ഉം പ്രഷർ മാറുന്നില്ല, P തന്നെയാണ്, കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് വിചാരിക്കുക. ഇനി വിയുടെ വോളിയത്തിന്റെ വാല്യൂ മാറി V1 ൽ നിന്ന് V2ലേക്ക് മാറി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ H is equal to U plus PV എന്ന് പറയുന്ന ഇക്വേഷന് പകരം H2 is equal to U2 plus PV2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ റിയാക്ഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ആകെ എന്താൽപി ചേഞ്ചിന്റെ അളവ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്താൽപി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ, അല്ലെങ്കിൽ എന്താണ്, ഒരു റിയാക്ഷൻ നടന്ന് അബ്സോർവ് ചെയ്യപ്പെടുകയോ ലിബറേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്ത ഹീറ്റിന്റെ അളവ് ഡെൽറ്റ എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എച്ച് എന്താൽപി ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? H2 minus H1 ആണ്. H2 minus H1 ഫൈനൽ എന്താൽപിയിൽ നിന്ന് ഇനിഷ്യൽ എന്താൽപി മൈനസ് ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു H2 minus H1. H2 minus H1 എടുക്കുന്നതിന് പകരം ലെഫ്റ്റ് സൈഡുകൾ മൈനസ് ചെയ്യുന്നതിന് പകരം ഇക്വേഷന്റെ റൈറ്റ് സൈഡുകൾ മൈനസ് ചെയ്താൽ മതി. അതായത് U2 ൽ നിന്ന് U1 മൈനസ് ചെയ്യുക പ്ലസ് PV2 ൽ നിന്ന് PV1 മൈനസ് ചെയ്യുക, PV2 മൈനസ് PV1. ഈ ഇക്വേഷൻ നമുക്ക് ലഘൂകരിക്കാം, പുതിയൊരു ഇക്വേഷനിലേക്ക് എത്തും. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു U2 മൈനസ് U1 എന്ന് പറയുന്ന ഇന്റേണൽ എനർജിയിലുള്ള ചേഞ്ച് ആണ്. അതിനെ നമുക്ക് ഡെൽറ്റ U എന്ന് കൊടുക്കാം. പ്ലസ് ഇതിന് രണ്ടിനും P കോമൺ എടുക്കാം നമുക്ക്. P ഇൻറ്റു ബാക്കി ഇവിടെ എന്തുണ്ട്? V2 ഉണ്ട്, മൈനസ് P ഇവിടെ നിന്ന് പോയാൽ ബാക്കി ഇവിടെ V1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഇൻറ്റു V2 മൈനസ് V1 എന്ന് പറയുന്ന വോളിയത്തിലുള്ള ചേഞ്ച് ആണ്. വോളിയത്തിലുള്ള ചേഞ്ചിന് നമുക്ക് ഡെൽറ്റ V എന്ന് കൊടുക്കാം. സോ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V നമുക്ക് പറയാൻ സാധിക്കും. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്? P ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ പ്രഷർ, വോളിയത്തിലുള്ള ചേഞ്ച് ഡെൽറ്റ V, ഇന്റേണൽ എനർജിയിലുള്ള ചേഞ്ച് ഡെൽറ്റ U, എന്താൽപിയിലുള്ള ചേഞ്ച് ഡെൽറ്റ H. പക്ഷെ നമുക്കറിയാം, ഫോർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വി നോ നമ്മൾ പുതിയ ഇക്വേഷനുകൾ ഇങ്ങനെ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി നോ എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to nRT. PV is equal to nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. എന്നിന്റെ വാല്യൂ 1 ആവുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? PV is equal to RT. കാരണം നമ്മൾ എപ്പോഴും 1 മോൾ ഓഫ് സബ്സ്റ്റൻസിനെ പറ്റിയാണ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. സോ എന്നിന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് പറഞ്ഞെടുക്കാം? n എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ 1 മോൾ എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ PV equal to RT ആയി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഓഫ് PV എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഡെൽറ്റ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ഡെൽറ്റ ചിഹ്നം കൊടുക്കണം. അതായത് ഡെൽറ്റ ഓഫ് RT എന്ന് മാറും. ക്ലിയർ? ഈ പ്രഷർ റിയാക്ഷൻ നടക്കുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്, അതിന് ചേഞ്ച് ഒന്നും ഇല്ല. സോ നമുക്ക് ഡെൽറ്റയുടെ പുറത്തേക്ക് എടുക്കാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്. ചേഞ്ച് ഉള്ളത് മാത്രം അവിടെ ഡെൽറ്റയ്ക്ക് അകത്ത് കൊടുത്താൽ മതി. പ്രഷർ റിയാക്ഷൻ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് എങ്കിൽ ഈ പ്രഷറിലെ ചേഞ്ച് ഒന്നും ഇല്ല. അതുകൊണ്ട് ഡെൽറ്റയുടെ വെളിയിലേക്ക് നമുക്ക് P എടുക്കാം. അതായത് P ഡെൽറ്റ V എന്നാവും.
ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിന്റെ വില 8.314 ആണ്. അതിന്റെ വില ഇടയ്ക്കിടയ്ക്കൊന്നും മാറുന്നില്ല. സോ ആറിന്റെ വില മാറാത്തതുകൊണ്ട് അതിനെ നമുക്ക് ഡെൽറ്റ ചിഹ്നത്തിന് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ആർ ഡെൽറ്റ ടി എന്നാവും. അതായത് പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ആർ ഡെൽറ്റ ടി എന്ന് മാറി. അങ്ങനെയാണെങ്കിൽ ഈ പി ഡെൽറ്റ വിക്ക് പകരം ആർ ഡെൽറ്റ ടി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആണ്? അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? നമ്മുടെ ഇന്റേണൽ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇപ്പൊ n മോൾ ഓഫ് സബ്സ്റ്റൻസിനാണ് എങ്കിൽ n മോൾ ഓഫ് സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്താണ് n മോൾ ഓഫ് സബ്സ്റ്റൻസിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കേണ്ടി വരും. പി വി ഈക്വൽ ടു എൻ ആർ ടി, ഇതിപ്പോ 1 മോൾ ഓഫ് സബ്സ്റ്റൻസിനുള്ള ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് തന്നെ നിങ്ങൾ എടുക്കുന്നു വിചാരിക്കുക. 1 മോൾ ഓഫ് സബ്സ്റ്റൻസിനെ പറ്റിയല്ല, n മോൾ ഓഫ് സബ്സ്റ്റൻസിനെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ തന്നെ ഇടുന്നു എന്ന് വിചാരിക്കുക. പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ആർ ഡെൽറ്റ ടി എന്ന് പറഞ്ഞതുപോലെ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി നമുക്ക് പറയാൻ സാധിക്കും. ഈ ഡെൽറ്റ എൻ ആർ ടി വാല്യൂ നമുക്ക് വേണമെങ്കിൽ അതേപോലെ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് വേണമെങ്കിൽ ഡെൽറ്റ എൻ ആർ ടിയുടെ വാല്യൂ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന ഇക്വേഷൻ മാറും. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എടുക്കണം. 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന് ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണിത്. n മോൾ ഓഫ് സബ്സ്റ്റൻസിന് എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണിത്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഡെൽറ്റ എച്ച് എന്ന്, എന്താണ് ഡെൽറ്റ യു എന്ന്, ഇന്റേണൽ എനർജി എന്താണെന്നൊക്കെ പറഞ്ഞു, എൻതാൽപ്പി എന്താണെന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇനി വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച്? ഈ ഡെൽറ്റ എച്ച് എന്നതിന്റെ മീനിങ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. നേരത്തെ ഞാൻ ഡെൽറ്റ യുവിന്റെ പ്രത്യേകത പറഞ്ഞു. ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ വി ആണെന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഡെൽറ്റ യു എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അബ്സോർബ് ചെയ്യപ്പെടുകയോ റിലീസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഡെൽറ്റ എച്ചിന് ഒരു നിർവചനം കൊടുക്കണം. നമുക്കറിയാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണെന്നറിയാം. നമ്മൾ ഇത് റിയാക്ഷൻ പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് പ്രഷറിലാണ്. മറ്റു കോൺസ്റ്റന്റ് പ്രഷറിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ് നമുക്കറിയാം. ഇനി ഇതിൽ നിന്ന് ഡെൽറ്റ യു എന്ന് പറയുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു നമുക്കറിയാം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഹീറ്റിന്റെ വർക്കിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും, ഓർമ്മയുണ്ടല്ലോ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യുവിന് പകരം മൈനസ് പി ഡെൽറ്റ വി എന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്നാവും. ഇല്ലേടെ പറഞ്ഞ മനസ്സിലായില്ലേ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇനി ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഡബ്ല്യുവിന് പകരം മൈനസ് പി ഡെൽറ്റ വി കൊടുക്കുകയാണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഈ ഡെൽറ്റ യുവിന്റെ സ്ഥാനത്ത് എന്താണ്? ഡെൽറ്റ യുവിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഡബ്ല്യുവിന്റെ വില മൈനസ് പി ഡെൽറ്റ വി ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് പി ഡെൽറ്റ വി കൊടുക്കാം. അപ്പൊ നമുക്ക് ഡെൽറ്റ യുവിന്റെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ആ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ എന്താവും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യുവിന് പകരം എന്താ ഇവിടെ? ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് കൊടുക്കണം. പിന്നെ ഇവിടെ പ്ലസ് പി ഡെൽറ്റ വിയും കൂടെ ഉണ്ട്. മൈനസ് പി ഡെൽറ്റ വിയും പ്ലസ് പി ഡെൽറ്റ വിയും വെട്ടിപ്പോയി. അപ്പൊ എന്ത് കിട്ടി? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ക്യൂ എന്ന് കിട്ടി. ഡെൽറ്റ എച്ച് എന്ന് വെച്ചാൽ എന്താണ്? എൻതാൽപ്പി ചേഞ്ച് എന്നാണ്. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ക്യൂവിന് ഈക്വൽ ആണ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ക്യൂവിന് ഈക്വൽ ആണ്. ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് എനർജി. ഒരു റിയാക്ഷൻ അബ്സോർബ് ചെയ്യപ്പെടുകയോ റിലീസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിക്ക് ഈക്വൽ ആണ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം പറഞ്ഞപ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോഴും നമ്മൾ ഈ ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അതായത് കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ ക്യൂവിന് പകരം നമുക്ക് ക്യൂ പി എന്ന് കൊടുക്കാം. അപ്പൊ ഓർത്തിരിക്കുക, എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്, എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷനിൽ അബ്സോർബ് ചെയ്യപ്പെടുകയോ റിലീസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെൽറ്റ എച്ച് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഓർക്കുക, റിയാക്ഷൻ നടക്കുന്ന എന്തിലായിരിക്കണം? കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും.
At a constant pressure, the heat energy absorbed or liberated by the system will be is equal to the enthalpy change of the reaction എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്തൊരു ടേമിലേക്ക് നമ്മൾ പോവുകയാണ്, ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സി എന്ന് പറയുന്നത്? സി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആ വസ്തുവിന് ആവശ്യമായ ഹീറ്റിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ഏറ്റവും ഹീറ്റ് കപ്പാസിറ്റി കൂടിയ വസ്തുവാണ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാട്ടറിനെ നമ്മൾ റേഡിയേറ്ററുകളെ ചൂട് തണുപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിലുള്ള വസ്തു ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡ് ഫോമിലുള്ള വസ്തു ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ചില വസ്തുക്കൾ ഹീറ്റിനെ ഒരുപാട് അബ്സോർബ് ചെയ്ത് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഹീറ്റിനെ ഒരുപാട് അബ്സോർബ് ചെയ്യുന്നുവെങ്കിൽ അത്തരം വസ്തുക്കൾക്ക് നല്ല ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയാം, സി ഉണ്ട് എന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആവശ്യമായ ഹീറ്റിന്റെ അളവിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സി എന്ന് പറയുന്നത്. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. എന്താണ് സി എന്ന് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടും. ക്യൂ കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ സി ഇൻറ്റു ഡെൽറ്റ ടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഇനി കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ, കോൺസ്റ്റന്റ് വോളിയത്തിൽ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എന്താണ് ക്യൂ ഇനെ നമുക്ക് ക്യൂ വി എന്ന് കൊടുക്കാം. ഒരു വസ്തു കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇരിക്കാൻ, വോളിയം അവിടെ മാറുന്നില്ല, ഒരു സിസ്റ്റത്തിന്റെ വോളിയം മാറുന്നില്ല, കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ആ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെ നമുക്ക് ക്യൂ വി എന്ന് കൊടുക്കാം എന്ന് വിചാരിക്കുക. അപ്പൊ ക്യൂവിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ക്യൂ വി എന്ന് കൊടുത്തു. ക്യൂവിന് പകരം ക്യൂ വി എന്ന് കൊടുത്താൽ സിക്ക് പകരം സി വി എന്ന് കൊടുക്കേണ്ടി വരും, ഡെൽറ്റ ടി എന്ന് കൊടുക്കേണ്ടി വരും. എന്താ ക്യൂ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവിനാണ് നമ്മൾ ക്യൂ വി എന്ന് എടുത്തത്. സി വി എന്താണ്? സി എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി ആണ്. സി വി എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം എന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്യൂ വി എന്ന് പറയുന്നത്, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഡെൽറ്റ യു അല്ലെങ്കിൽ ഇന്റേണൽ എനർജിക്ക് ഈക്വൽ ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഇതേ ഇക്വേഷനെ ഞാൻ കോൺസ്റ്റന്റ് പ്രഷറിൽ പറയാൻ ശ്രമിക്കുകയാണ്. കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ ക്യൂവിന് പറയാൻ ഞാൻ ക്യൂ പി എന്ന് കൊടുക്കണം. എന്താണ് ക്യൂ പി എന്ന് വെച്ചാൽ? ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ബൈ ദി സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ബൈ ദി സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇവിടെ നിങ്ങൾ അബ്സോർബ്ഡ് എന്ന് മാത്രം എടുത്താലും മതി. ഒരു വസ്തു കോൺസ്റ്റന്റ് പ്രഷറിൽ ഇരിക്കുന്ന ഒരു വസ്തു അബ്സോർവ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവിനെ നമുക്ക് ക്യൂ പി എന്ന് എടുക്കാം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യൂവിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ക്യൂ പി എന്ന് കൊടുത്തു. സിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു? സി പി എന്ന് കൊടുക്കണം. ഡെൽറ്റ ടി അതേപോലെ എഴുതി. ഓക്കെ, ക്യൂ പി എന്ന് വെച്ചാൽ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു വസ്തു അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവിനെ ക്യൂ പി എന്ന് വിളിക്കുന്നു. സി എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പൊ സി പി എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി സ്റ്റേറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹീറ്റ് കപ്പാസിറ്റി അല്ലെ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് കാൾഡ് ഡെൽറ്റ എച്ച്. ഓർമ്മയുണ്ടല്ലോ, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് കാൾഡ് ഡെൽറ്റ എച്ച്. ഇനി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഇവിടെ ഓർക്കുക, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആവശ്യമായ ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഹീറ്റ് കപ്പാസിറ്റി സി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. അതിൽ നിന്ന് ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എടുക്കാം. ഈ ക്യൂവിന്റെ വാല്യൂ ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ ക്യൂവിന് പകരം ക്യൂ വി കൊടുക്കാം, സിക്ക് പകരം സി വി കൊടുക്കാം, ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. യു വി എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് എനർജി അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സി വി എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡെൽറ്റ യുവിന് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഡെൽറ്റ യുവിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നേരത്തെ ഡിറൈവ് ചെയ്തായിരുന്നു. എന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസ് കാൾഡ് ഇന്റേണൽ എനർജി ചേഞ്ച്. ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് കാൾഡ് എൻതാൽപി ചേഞ്ച്, ഡെൽറ്റ എച്ച് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ. ഇനി നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തായിരുന്നു. ഒരു 1 മോൾ ഓഫ് ഗ്യാസിന്റെ എന്താൽപി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഡെൽറ്റ എച്ച് എന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ പി എന്ന് കൊടുക്കാം അല്ലേ? ഡെൽറ്റ എച്ച് എന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ പി എന്ന് കൊടുക്കാം. സോ ക്യൂ പി ഇസ് ഈക്വൽ ടു
ഡെൽറ്റ യു എന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ വി എന്ന് കൊടുക്കാം. ക്യൂ വി പ്ലസ് ആർ ഡെൽറ്റ ടി എന്ന്. ഇനി നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ മാറ്റുന്നത്? ക്യൂ പിക്ക് പകരം സി പി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ക്യൂ പിക്ക് പകരം സി പി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു ക്യൂ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സി വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. സോ സി വി ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഇക്വേഷൻ എല്ലാ സ്ഥലത്തും ഒരു ഡെൽറ്റ ടി ഇല്ലേ? സോ ഇതിനെ എല്ലാ ഭാഗങ്ങളെയും നമുക്ക് ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, ഇവിടെയും ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, ഇവിടെയും ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അപ്പൊ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യാം, ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യാം, ഇവിടെയും ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താവും? സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്നാവത്തില്ലേ? ഇവിടെ സി വി എന്ന് പറയുന്നത് ആഡ് ചെയ്തിരിക്കുകയല്ലേ? ഇതിനെ ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും? സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്നായില്ലേ? അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷറിൽ നിന്ന് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിരിക്കും ലഭിക്കുന്നത്. ഏതൊരു ഗ്യാസിനെയും, നൈട്രജൻ ഗ്യാസ് ആയിക്കോട്ടെ, ഓക്സിജൻ ഗ്യാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ലിക്വിഡ്സ് ആയിക്കോട്ടെ, ഏതൊരു ലിക്വിഡും ഏതൊരു വസ്തുവിന്റെയും സി പിയും സി വിയും വിലകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരേ ടെമ്പറേച്ചറിലുള്ള സി പി സി വി വിലകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഏതൊരു വസ്തുവിനും കിട്ടുന്നത് എന്തായിരിക്കും? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിരിക്കും ലഭിക്കുന്നത്. ദാറ്റ് ഈസ് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷറും ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയവും ഒരേ ടെമ്പറേച്ചറിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 8.314 ആയിട്ടുള്ള ആർ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ലഭിക്കുന്നത്. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേയേഴ്സ് റിലേഷൻ. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് മേയേഴ്സ് റിലേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് എൻതാൽപ്പി എന്താണ്, ഇന്റേണൽ എനർജി എന്താണ്, അതെങ്ങനെ കണ്ടുപിടിക്കും, അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എല്ലാം നന്നായിട്ട് എഴുതി പഠിക്കുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക, ഇക്വേഷൻസ് ഒക്കെ എഴുതി പഠിക്കുക. ക്ലാസ് ചില ഭാഗങ്ങൾ സംശയമുണ്ടെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ.